അത് നമ്മുടെ മെമ്പേഴ്സിന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും. അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് കാര്യം ഇതിൽ നിന്ന് വിട്ടൊന്നും പോയിട്ടില്ല. എല്ലാവരും ഇതിലുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്ന ആണ് എന്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കും. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് അല്പസമയം മുൻപാണ് ആരംഭിച്ചത്. 1 മണിവരെയാണ് വോട്ടെടുപ്പുള്ളത്. ഇപ്പോൾ വോട്ട് ചെയ്തതിനു ശേഷം നടൻ മോഹൻലാൽ സംസാരിക്കുകയായിരുന്നു. 4 മണിക്കാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നത്. ഒട്ടേറെ പ്രമുഖ താരങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. കൊച്ചി ലുലു മാരിയറ്റ് ഹോട്ടലിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്, വോട്ടെടുപ്പ് നടക്കുന്നത്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, മോഹൻലാലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം വോട്ട് ചെയ്തതിന് ശേഷം മടങ്ങുകയാണെന്ന് കരുതുന്നു. ഒട്ടേറെ താരങ്ങൾ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയല്ലേ? അനുജ, എന്തായാലും ഒട്ടേറെ താരങ്ങൾ ഇതിനെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോഹൻലാലാണ് അല്പസമയം തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. വാശിയേറിയ ഗൌരവമേറിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം അല്ലെങ്കിൽ ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മോഹൻലാൽ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ വലിയ തിരക്ക്, നടന്മാർ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ തെരഞ്ഞെടുപ്പിനായി രാവിലെ 10 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. മോഹൻലാൽ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോയി. അതോടൊപ്പം തന്നെ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ദേവനും നടി ശ്വേത മേനോനും ഇപ്പോൾ ഇവിടെ ലുലുവിൽ എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് 1 മണി വരെ നീളും. അതിനുശേഷം 2:30 തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. പിന്നീട് 4 മണിക്ക് ശേഷമാണ് ഫലപ്രഖ്യാപനം ഉണ്ടാവുക. മുൻപൊന്നുമില്ലാത്ത വിധം വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഭരണസമിതി ഒരു കാലാവധി പൂർത്തിയാക്കാതെ ഭരണസമിതി ഒഴിഞ്ഞു പോകുന്നത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഒരു പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുകയാണ്. നമുക്കറിയാം, അതിലൊരു പശ്ചാത്തലം നമുക്കറിയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ തന്നെ വലിയ ആരോപണങ്ങൾ ഈ ഭരണ തലപ്പത്തുള്ളവർ നേരിട്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് പലരും രാജിവെച്ച് പിന്നീട് പോകേണ്ട ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും ഇപ്പോൾ ഈ ആരോപണങ്ങൾ നേരിടുന്നവരെല്ലാം തന്നെ മാറി നിൽക്കണം. അതോടൊപ്പം തന്നെ സ്ത്രീകൾ നേതൃത്വത്തിൽ വരണം എന്നൊരു ആവശ്യമെല്ലാം തന്നെ ശക്തമായി തന്നെ ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഓരോരുത്തരായി നടന്മാർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നു. പലരും ശ്വേതാമേനും അതോടൊപ്പം തന്നെ ദേവനും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വന്ന് സംസാരിക്കാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മോഹൻലാൽ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അനുജ, അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പ് അത് പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപ് മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. അതെന്താണ് എന്നതുകൂടി കാണാം. നമ്മുടെ മെമ്പേഴ്സിന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും. അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് കാര്യം ഇതിൽ നിന്ന് വിട്ടൊന്നും പോയിട്ടില്ല. എല്ലാവരും ഇതിലുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്ന ആണ് എന്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കും. എല്ലാ അംഗങ്ങളെയും ഒരുമിച്ച് നിർത്താൻ കഴിയും, ആ തരത്തിലേക്കാണ് പ്രതീക്ഷ എന്ന് പറയുകയായിരുന്നു മോഹൻലാൽ. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മടങ്ങുകയും ചെയ്തു. മറ്റ് പ്രധാനപ്പെട്ട ചില താരങ്ങൾ കൂടി ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലുലു മാരിയറ്റ് ഹോട്ടലിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 1 മണി വരെയാണ് വോട്ടെടുപ്പ്. അതിനുശേഷം 2:30 വോട്ടെണ്ണൽ ആരംഭിക്കും. 4 മണിക്ക് ശേഷം ഫലപ്രഖ്യാപനം ഉണ്ടാകും. ഇതിനു മുൻപൊന്നും നമ്മൾ കാണാത്ത തരത്തിൽ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ. അമ്മയുടെ ഭാരവാഹി തലപ്പത്തേക്ക് ആരെത്തും എന്നൊക്കെയുള്ളതിനുള്ള മത്സരത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടായ വിവാദം. പിന്നീടാണ് രാജിവെച്ച് ഒഴിയുന്നത് നിലവിലെ ഭരണസമിതി. അതിനുശേഷം ആഡ്ഹോക് കമ്മിറ്റിയാണ് ചുമതല വഹിച്ചിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ വിവാദങ്ങളുണ്ടായിരുന്നു. നിതിൻ അംബുജനാണ് ലുലു മാരിയറ്റ് ഹോട്ടലിന് മുന്നിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായുള്ളത്. നിതിൻ, ഇതിൽ നമുക്കറിയാവുന്നതുപോലെ ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലേക്ക് വലിയ വിവാദങ്ങളൊക്കെയുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ഭാരവാഹി തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണ അമ്മയിൽ നടക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന് ശേഷം ആ സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെ നടന്ന വിവാദങ്ങൾ, ഇതെല്ലാം വാർത്തയായി മാറിയതാണ്. അങ്ങനെ എങ്ങനെയാണ് സംഭവ ബഹുലമായൊരു തെരഞ്ഞെടുപ്പ് എന്ന തരത്തിലേക്ക് നമുക്ക് ഇത്തവണ ഈ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? അനുജ, അങ്ങനെ തന്നെയാണ് ഒരു സംഭവ ബഹുലമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ പറയാം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ
ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെ തന്നെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ആ സമിതി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് എന്തായാലും നീങ്ങിയത്. നിലവിൽ ഇപ്പോൾ താരങ്ങളൊക്കെ തന്നെ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നുണ്ട്. ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ നടത്തുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ സമാനമായ നിലയിൽ തന്നെയാണ് ഇത്തവണത്തെ ഒരു ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ നടന്മാരും അതോടൊപ്പം തന്നെ ഈ മത്സരരംഗത്തുള്ള ആളുകളും പ്രത്യേകിച്ചും ഈ സിനിമാ രംഗത്തുള്ള ആളുകൾ തന്നെ ഉയർത്തിയത്. അങ്ങനെ ഒരു വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് ഇത്തവണത്തെ ഈ അമ്മ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. മാത്രമല്ല ജഗദീഷ് ഈ പത്രിക പിൻവലിച്ചുകൊണ്ട് തന്നെ ശ്വേതാ മേനോനും അതോടൊപ്പം ദേവനും തമ്മിലുള്ള നേർക്കുള്ള ഒരു പോരാട്ടമായി തന്നെയാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്തായാലും ഇപ്പോൾ ഈ മത്സരം മാറിക്കഴിഞ്ഞിരിക്കുന്ന നടന്മാർ ഓരോരുത്തർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ ഇവിടെ വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യേകിച്ചും ഈ തലപ്പത്ത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് തലപ്പത്ത് സ്ത്രീകൾ വരട്ടെ എന്ന ആവശ്യവും അതോടൊപ്പം തന്നെ ആരോപണ വിധേയർ മാറി നിൽക്കട്ടെ എന്ന ആവശ്യവും ശക്തമായി തന്നെ ഉയർന്നിരുന്നു. ഇതിനിടയിൽ തന്നെ ഈ പ്രത്യേകിച്ചും ഈ സിനിമാ മേഖല ആളുകൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സ്ഥാനാർത്ഥികളോ അംഗങ്ങളോ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന അന്ത്യശാസനം വരെ ഭരണാധികാരിക്ക് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും മോഹൻലാൽ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ മത്സരത്തിൽ ഇല്ലെങ്കിൽ പോലും ലാലിനോട് ചേർന്ന് നിൽക്കുന്ന ഔദ്യോഗിക പക്ഷത്തെ പ്രമുഖ താരങ്ങളുടെ നിലപാട് തന്നെയാകും ഇത്തവണത്തെ വിജയികളെ തീരുമാനിക്കുന്നത് നിസ്സംശയം പറയാം. എന്തായാലും താരങ്ങൾ ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്താമെത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചു 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കാലാവധി പൂർത്തിയാക്കാത്ത ഒരു അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 1 മണി വരെ വോട്ടെടുപ്പ് നടക്കും. 4 മണിക്ക് ശേഷം പുതിയ ഭാരവാഹികളെ അറിയാം. മോഹൻലാൽ ഉൾപ്പെടെ താരങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തി. മോഹൻലാൽ മടങ്ങുകയും ചെയ്തു. അല്പസമയം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താണ് അംഗങ്ങളുടെ തീരുമാനം അതാകും പുതിയ ഭരണസമിതി എന്ന് പറയുകയാണ്. എല്ലാ അംഗങ്ങളെയും ഒരുമിച്ച് നിർത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ എന്ന് കൂടി മോഹൻലാൽ വ്യക്തമാക്കുകയാണ്.